BJP ഈ കുതിപ്പ് കണ്ട് പഠിക്കുകയും വേണ്ട, മുമ്പോട്ട് നീങ്ങുകയും വേണ്ട. നിങ്ങൾക്ക് ഒരുപാട് ഗ്രഹപാഠം ചെയ്യാനുണ്ട്. ഹിന്ദു മുന്നണിയായിരുന്നു തുടക്കത്തിൽ BJP. അപ്പോൾ പോസ്റ്റർ എഴുതാൻ പോലും ആരുമില്ല, ബോർഡ് വെക്കാൻ ആരുമില്ല. അപ്പോൾ ആ പാട് പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു അശോക് കുമാർ പാൽക്കുളങ്ങര ജയിക്കുമായിരുന്നു ഈ ഹിന്ദു മുന്നണിയുടെ നേതൃത്വത്തിൽ. എത്രയോ തവണ രാജഗോപാലൊക്കെ പാലക്കാട് സ്ഥിരമായി മത്സരിച്ച് തോക്കുമായിരുന്നു. കുമ്മനം രാജശേഖരൻ എല്ലാവരും മത്സരിച്ചാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, തല്ല് കിട്ടും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിന്നൊക്കെ തല്ല് കിട്ടും, ചവരെഴുതി ഇട്ടിട്ട് പോയാൽ അപ്പോൾ അത് മാച്ച് കളയും. വളരെ വലിയ ദുരിതം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഹിന്ദു മുന്നണിയായിരുന്നു. അതിനുശേഷമാണ് BJP ആയി ഒക്കെ വന്നു. എന്തായാലും ആ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ഇപ്പം നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP പിടിച്ചു. 50 സീറ്റ് പിടിച്ചു. ഒരു 45 സീറ്റൊക്കെയാണ് ഞങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ 50 സീറ്റ് പിടിച്ചു. തീർച്ചയായിട്ടും അവർ ഭരിക്കും. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത, രാജീവ് ചന്ദ്രശേഖർ സ്വയം ഇരുന്ന് ഹോംവർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങ് ഈ വിജയത്തിൽ മതിമറന്ന് പോകരുത്. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് 35 സീറ്റ് വീതം ഇവിടെ ഉണ്ട് BJPക്ക്. മുമ്പൊരു 35 ഉണ്ടായിരുന്നു, പിന്നെ ഒരു 35 ഉണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾ 15 സീറ്റാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത്. ഈ 15 സീറ്റ് കൂട്ടുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള മാൻ പവറും പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള പണവും, ഞാൻ പണം എന്ന് പറഞ്ഞാൽ വോട്ടർമാർക്ക് പൈസ കൊടുത്തു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, ഹൈടെക് പ്രചരണവും നടന്നിരുന്നു. വളരെ ഹൈടെക് പ്രചരണം നടന്നു. സംഘപ്രവർത്തകരടക്കമുള്ള എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തു. ചില വാർഡുകളിലെങ്കിലും എതിരാളികളുടെ സ്ഥാനാർത്ഥികൾ വളരെ വീക്കായിരുന്നു. അത് അന്തർധാരയുടെ ഭാഗമാണെന്ന് ഞാൻ പറയുന്നില്ല, വിജയത്തെ കുറച്ച് കാണുന്നില്ല. എന്തായാലും ശക്തമായി BJP ജയിച്ചു. ഈ ജയമില്ലായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പൊളിറ്റിക്കൽ കരിയർ ഇതോടുകൂടി തീരുമായിരുന്നു. ഈ പ്രസിഡന്റ് എന്നുള്ളതില്ല, അല്ല മന്ത്രിയേക്കാവും, അത് വേറെ കാര്യം. എങ്ങനെ തീരുമായിരുന്നു? കാരണം ഡേറ്റ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ല എനിക്ക് BJPയോടും രാജീവ് ചന്ദ്രശേഖരനോടൊന്നും ഒരു എതിർപ്പില്ല. എപ്പോഴൊക്കെ BJPക്ക് ഭരണം കിട്ടിയിട്ടുണ്ടോ, പ്രാദേശികത്തിൽ കിട്ടിയിട്ടുണ്ടോ, അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. കല്ലിയൂർ പഞ്ചായത്ത് S. സുരേഷ് എന്ന് പറയുന്ന BJPയുടെ ജനറൽ സെക്രട്ടറിയുടെ പഞ്ചായത്താണ്. സുരേഷ് ഗോപി MP ആയി, രാജ്യസഭ MP ആയി സുരേഷ് ഗോപി അടക്കം ധാരാളം പ്രവർത്തനങ്ങൾ അവിടെ പോയി ചെയ്തതാണ്. വെള്ളായണിക്കായൽ എന്നൊക്കെ പറഞ്ഞ് ധാരാളം പ്രവർത്തനം നടത്തിയതാണ്. കല്ലൂർ പഞ്ചായത്ത് കയ്യിൽ പോയി, CPM കൊണ്ടുപോയി. വെങ്ങാനൂർ പഞ്ചായത്ത് റിച്ചാർഡ് ഹേ MP തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ അവിടെ ഒരുപാട് ആക്ടിവിറ്റി നടന്ന സ്ഥലമാണ്. അത് കോൺഗ്രസ് പിന്നെ BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുപോയി ആ BJPയിൽ നിന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ കഥയാണ്. ഇപ്രാവശ്യത്തെ കഥ എനിക്കറിയില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ കഥ. ഇപ്രാവശ്യം കള്ളിക്കാട് പഞ്ചായത്ത് തിരുവനന്തപുരത്ത് പന്ത ശ്രീകുമാർ, വളരെ വലിയ തോതിലാണ് ആ പഞ്ചായത്തിൽ BJP ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു സീറ്റായി അവിടെ മാറി. തമാശ എന്തെന്ന് വെച്ചാൽ പല വാർഡുകളും 40-50 വോട്ടിനാണ് അവിടെ തോറ്റിരിക്കുന്നത്. അവിടെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രതിരോധ മന്ത്രാലയത്തിന്റെ എന്തോ ഒരു വലിയ സ്ഥാപനം വരാൻ പോവുകയാണ്. അപ്പൊ ആ സ്ഥാപനം വരുമ്പോൾ BJP പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇല്ല. പന്തളത്ത് BJPയാണ് ഏറ്റവും വോട്ട് പിടിച്ചിരിക്കുന്നത്, പക്ഷെ സീറ്റ് പിടിച്ചിരിക്കുന്നത് മറ്റവരാണ്. അവിടെ അപ്പൊ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ഒത്തുതീർപ്പുണ്ടാക്കി. ആയിക്കോട്ടെ, ഇത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ക്രോസ് വോട്ട് ചെയ്യുന്നു, ഒത്തുതീർപ്പുണ്ടാക്കുന്ന കാര്യം BJPക്ക് അറിയാമല്ലോ. പാലക്കാട് ഭരണത്തിൽ കിട്ടിയ സ്ഥലങ്ങളെല്ലാം ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായോ അഴിമതിയുടെ ഭാഗമായോ തമ്മിലടിച്ചതിന്റെ ഭാഗമായോ എങ്ങനെയും ഭരണം കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. ഇനി കുറെ പഞ്ചായത്തുകളുണ്ട്, ഞാൻ എല്ലാം എടുക്കുന്നില്ല, ഞാൻ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില സ്ഥലങ്ങൾ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനി 20% ഉണ്ടായിരുന്ന വോട്ട് 16% കുറഞ്ഞു BJPക്ക്. നേരത്തെ 20% ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അമിത്ഷായുടെ ടാർഗറ്റ്? പുത്തരിക്കണ്ട മൈതാനത്ത് വന്ന് അമിത്ഷാ പറഞ്ഞതെന്താ? 23,000-ലധികം വരുന്ന പഞ്ചായത്ത് വാർഡുകളിൽ 10,000 വാർഡ് നേടിയത് എത്ര? 2,000-ന് താഴെ. പത്രങ്ങൾ പറയുന്നതനുസരിച്ച്, മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് 8,000 സ്ഥലത്ത് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. 3,000 സ്ഥലത്തെന്നാണ് MD രമേശ് പറയുന്നത്. എന്തായാലും നമുക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും കുറെ അധിക സ്ഥലങ്ങളിൽ മിനിമം 3,000 ആണല്ലോ, സ്ഥാനാർത്ഥികളില്ലായിരുന്നു. 10,000 വാർഡുകളും 20% വോട്ടും തിരുവനന്തപുരം കോർപ്പറേഷനും, ഇത് 3 രാജീവ് ചന്ദ്രശേഖരന്റെ ടാർഗറ്റായിട്ട് അമിത്ഷാ വന്ന് കൊടുത്തിട്ട് പോയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. ഞാനീ പറഞ്ഞില്ല, അതും കൂടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ വാട്ടർലൂ ആവുമായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പൊളിറ്റിക്കൽ കരിയർ കേരളത്തിൽ ആസ് എ പ്രസിഡന്റ്. അത് പിടിച്ചു.
പന്തളം പോയി, പാലക്കാട് പോയി, കള്ളിക്കാട് പോയി, വെങ്ങാനൂർ പോയി, നേരത്തെ കല്ലിയൂർ പോയി, പല പല പഞ്ചായത്തുകളും ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെ ഇത് സംഭവിക്കുന്നത്? ഒരിക്കൽ ഭരണത്തിൽ കിട്ടിയാൽ അവിടെ നിലനിർത്താൻ കഴിയുന്നില്ല. ഈ വിഷയം BJP കോർപ്പറേഷനിൽ സീരിയസ് ആയിട്ട് പഠിക്കണം. കാരണം നിങ്ങൾ അധികാരത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത് 20% എന്നുള്ളത് 16% പോയി. തിരുവനന്തപുരത്ത് വലിയ ഹൈപ്പ് ഉണ്ടാക്കുകയും വലിയ സംഘടനാ പ്രവർത്തനം നടത്തുകയും, ഞാൻ പറയില്ലേ, വലിയ തോതിൽ പ്രചരണത്തിന് പണം മുടക്കുകയും ചെയ്തിരുന്നു. നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത്. അപ്പൊ അത് കേരളം മുഴുവൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഒരു കോർപ്പറേഷനിൽ ഇറക്കുന്ന സംവിധാനങ്ങൾ, മാൻ പവറും മണി പവറും ഒരു സ്റ്റേറ്റ് മൊത്തം കൊണ്ടുപോവുക എളുപ്പമല്ല. ആളുകൾ വരുന്നതും എളുപ്പമല്ല, സംഘപ്രവർത്തകർ വരുന്നതും എളുപ്പമല്ല, BJP പ്രവർത്തകരെ കിട്ടുന്നതും എളുപ്പമല്ല. എന്നാൽ BJPക്ക് വോട്ടുണ്ട് കേരളത്തിൽ. എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും BJPക്ക് വോട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ നിർത്താത്തടത്ത് വോട്ടുണ്ട്. നിങ്ങൾ 8000 സ്ഥലത്തോ 3000 സ്ഥലത്തോ ഒക്കെ ആളുകളെ നിർത്തിയില്ലല്ലോ BJP. അവിടെയും BJPക്ക് വോട്ടുണ്ട്. നിർത്താൻ പറ്റാത്ത വേറെ കഥ. അപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം CPM-നെ കോൺഗ്രസിനെ തകർത്തുകൊണ്ട് 2026 കോൺഗ്രസിനെ തളർത്തി 2031 പ്രതിപക്ഷമായി അല്ലെങ്കിൽ 31 ഭരണപക്ഷമായി വരാം എന്നൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അതിപ്പോ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിന് UDF കയറി വരുന്നു. അപ്പൊ പിന്നെ അടുത്ത നിങ്ങളുടെ അജണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത്, നമ്മൾ ഇനി UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം വരാൻ പോകുന്നത്, LDF പോകും എന്നാണ്. അപ്പൊ 2026 UDF അധികാരത്തിൽ വന്നാൽ LDF പിറകിലോട്ട് പോയാൽ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ പിന്നെ UDF-മായി ഒരു ഇതിൽ ഇങ്ങനെ UDF BJP വരാമെന്നും അടുത്ത 5 വർഷം കഴിയുമ്പോൾ പ്രതിപക്ഷത്ത് വരാമെന്നും പിന്നെ 5 വർഷം കഴിയുമെന്ന് പറഞ്ഞ് 2036 ഇന്നത്തേക്ക് ഇപ്പോൾ കണക്കാക്കുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഭരണകക്ഷിയാകാം എന്നുള്ള BJP-യുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. കാൽക്കുലേഷൻ നല്ലതാണ്, ദീർഘവീക്ഷണത്തോടുകൂടി നീങ്ങുന്ന. കാരണം വികസിത ഭാരതം എന്ന് പറയുന്നത് 2047 വികസിത ഭാരതത്തിന് വേണ്ടി ഇപ്പോഴേ ഒരുപാട് പ്രോജക്റ്റുകളും പ്ലാനിങ്ങും ഒക്കെ നടത്തുന്നു. അത്രയും ദീർഘവീക്ഷണമുള്ളവരാണ്. BJP സംബന്ധിച്ച് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല, അതിനെ ചെറുതാക്കി കാണാൻ പാടില്ല. 45 വയസ്സുകാരനെയാണ് ഇപ്പോൾ BJP എന്താക്കിയിരിക്കുന്നത് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ്. അത് പിന്നെ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയി ഒക്കെ ആകുമ്പോൾ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ 45 വയസ്സേ ഉള്ളൂ. അത് വേറെ കാര്യം. എന്തായാലും 45-കാരെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ്, തലമുറ മാറ്റം തന്നെ കൊണ്ടുവന്നുകൊണ്ട് വലിയ വലിയ തോതിൽ ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് പാർട്ടി. തീർച്ചയായിട്ടും അത് ചെയ്തു വരും ദേശീയ തലത്തിൽ. ഇവിടെ സംസ്ഥാനത്ത് ഇപ്പൊ ശ്രീലേഖ IPS കൂടെ ലാസ്റ്റ് വിമനായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ എലൈറ്റ് ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ട് BJP-യിലേക്ക് വരുന്നുണ്ട്. പക്ഷെ BJP-യിലേക്ക് വരാത്ത ഒരു 2-3 വിഭാഗമുണ്ട്. അതെന്തുകൊണ്ട് വരുന്നില്ല എന്ന് കേരള BJP പഠിക്കേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികൾ, അവൾ ക്രിസ്ത്യാനികളല്ല, ഹിന്ദുക്കളായ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളവരുമുണ്ട്, അവരും വരുന്നില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ കുറച്ചു പേരുണ്ടായിരുന്നു. CK ജാനുവിന്റെ നേതൃത്വത്തിൽ അവരെ പിണക്കി വിട്ടു. CK ജാനു പുറത്താണ് ഇപ്പോൾ. അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തെയെങ്കിലും, ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം, ഹിന്ദുവിന്റെ SNDP NSS പോലുള്ള വിഭാഗങ്ങൾ എന്തുകൊണ്ട് BJP-ക്ക് വരുന്നില്ല? അപ്പോൾ BJP വളരെ കൃത്യമായ ഹോംവർക്ക്, ഗ്രഹപാഠം, വളരെ കൃത്യമായൊരു ഗ്രഹപാഠം നടത്തണം. കോർപ്പറേഷൻ കണ്ട് മാത്രം BJP തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ട് മാത്രം പനിക്കുകയും വേണ്ട, മതിക്കുകയും വേണ്ട. വളരെ വലിയ ഗ്രഹപാഠം നടത്തിയാൽ മാത്രമേ കിട്ടിയത് നിങ്ങൾക്ക് നിലനിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. കിട്ടുന്നിടത്തൊക്കെ ഗ്രൂപ്പ് തർക്കവും അധികാര തർക്കവും. പാലക്കാട് ക്ലാസിക്കൽ എക്സാമ്പിളാണ്. ശിവരാജൻ എന്ന് പറയുന്ന എത്രയോ വർഷം കൗൺസിലറായിരുന്ന ആളിന് മാറാൻ വയ്യ. എന്തൊരു ബഹളമാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. അദ്ദേഹം സംഘപ്രവർത്തനാണെന്ന് പറഞ്ഞു. ഏത് സംഘമെന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹത്തിന് എന്ത് സംഘബോധമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളാണ് കേട്ടോ ശിവരാജൻ എന്ന് പറഞ്ഞ മാഷിന്. എനിക്ക് ഒരു പരിചയമില്ല, വളരെ സീനിയറാണ് എന്നെ, ഞാനൊക്കെ വെച്ച് നോക്കാം. പക്ഷെ അദ്ദേഹത്തിന് എന്ത് സംഘബോധമാണ് അദ്ദേഹത്തെ നയിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സംഘപ്രവർത്തകർ എന്നോട് പിണങ്ങരുത്. അതുപോലെ കൃഷ്ണകുമാർ, അവിടെ പ്രമീള, അവിടെ ഉള്ള നേതാക്കളെല്ലാം തമ്മിൽ ഗ്രൂപ്പാണ്. പന്തളത്ത് ഓരോ സ്ഥലവും നിങ്ങൾ എടുത്തോളൂ. നിങ്ങൾക്ക് അധികാരമില്ലാത്തപ്പോഴേ ഇങ്ങനെ ഗ്രൂപ്പാണെങ്കിൽ അധികാരത്തിൽ വന്നാൽ എന്തുമാത്രം ഗ്രൂപ്പും തമ്മിൽ തല്ലും അധികാരമോഹവുമായിരിക്കുമെന്നുള്ളതും കേരള സമൂഹം വിലയിരുത്തുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു പാക്കേജ് തയ്യാറാക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം.
തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ട് കേരളത്തെ പിടിക്കാമെന്ന് വിചാരിക്കരുത്. കുറച്ച് പണിയുണ്ട്. ആ പണി ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരം കിട്ടാതിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വണ്ടി പാക്ക് ചെയ്യാമായിരുന്നു ഡൽഹിയിലേക്ക്. ബാക്കിയുള്ള ചേട്ടന്മാരെല്ലാം കൂടെ ഇറങ്ങി ഹൈ പ്രൊഫൈൽ ഹൈടെക് എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി സോഷ്യൽ മീഡിയയൊക്കെ വന്ന് രാജീവ് ചന്ദ്രശേഖരന് കെട്ടുകെട്ടാമായിരുന്നു, പാക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അങ്ങയുടെ സമയം ഇപ്പോൾ കൊള്ളാം. അങ്ങേക്ക് നല്ല കാലമാണ്. ആ വ്യാഴദശ നല്ല ദശയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് അങ്ങ് ഈ കണ്ടക ശനിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നന്നായി ഒന്ന് നോക്കുന്നത് BJP സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരിക്കും. തിരുവനന്തപുരം കണ്ട് മാത്രം മതിക്കണ്ട.